ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ. ദില്ലിയിൽ കനത്ത പ്രതിഷേധം. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് AAP. മദ്യനയ കേസിൽ വീട്ടിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. വിവാദമായ മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മണിക്കൂർ നേരം ED സംഘം ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കേജ്രിവാളിനെ ചോദ്യം ചെയ്തു. പുറത്ത് AAP പ്രവർത്തകർ വൻ പ്രതിഷേധം തുടരുന്നതിനിടയിലായിരുന്നു ചോദ്യം ചെയ്യൽ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ദില്ലി പോലീസ് ശ്രമം തുടങ്ങി. ഇതിനുശേഷം അരവിന്ദ് കെജ്രിവാളിനെ ED സംഘം കൊണ്ടുപോകും. അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് വിമർശിച്ച ആം ആദ്മി പാർട്ടി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാലും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമെന്നും വ്യക്തമാക്കി. അതിനിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ദില്ലിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മദ്യനയ കേസിൽ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്ത് BRS MLCയും മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിൻ്റെ മകളുമായ കവിത നിലവിൽ ED കസ്റ്റഡിയിലാണ്. തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സൗത്ത് ഗ്രൂപ്പ് മദ്യ വിതരണ കേസുകൾ മദ്യവിതരണ സോണുകൾ ലഭിക്കാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിയയുമായും ഗൂഢാലോചന നടത്തിയത് കവിതയാണെന്ന് ED ആരോപിക്കുന്നു. ഫെബ്രുവരിയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ 1 മാസത്തിനിടെ ED അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. അതിനിടെ സുപ്രീം കോടതിയെ സമീപിച്ച AAP ജാമ്യാപേക്ഷയിൽ അടിയന്തര വാദം കേൾക്കും. നാളെ രാവിലെയാണ് കേസ് ആദ്യം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടതെങ്കിലും മാറിയ സാഹചര്യത്തിൽ അടിയന്തര വാദം കേൾക്കാനായി ആവശ്യപ്പെടുമെന്നാണ് വിവരം. ദില്ലി സംസ്ഥാനത്തെ ചില്ലറ മദ്യവിൽപ്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞ AAP സർക്കാരിൻ്റെ പുതിയ മദ്യനയമാണ് കേസിന് ആധാരം. സ്വകാര്യ മേഖലയ്ക്ക് മദ്യോൽപ്പന്ന വിതരണ മേഖലയിലേക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതായിരുന്നു ദില്ലി എക്സൈസ് നയം. 2021-22 ഇത് രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കിയതിലും അഴിമതിയുണ്ടെന്നാണ് CBI ഫയൽ ചെയ്ത ഇപ്പോഴത്തെ കേസ്. ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തി, കൈക്കൂലി വാങ്ങി L1 ലൈസൻസ് നീട്ടി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് കേജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നത്. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യവ്യാപാരി 1 കോടി രൂപ നൽകിയെന്ന് CBI FIRൽ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് EDയും കേസന്വേഷണം തുടങ്ങിയത്. സിസോദിയയും മറ്റ് ആരോപണ വിധേയരും 2021-22 എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത് നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതെയാണ് അന്വേഷണ ഏജൻസികൾ കുറ്റപ്പെടുത്തുന്നു.